بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد സൂറത്ത് ഫാത്തിറിലെ അവസാനത്തെ രണ്ട് വചനങ്ങൾ 44, 45 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 439, 440. ഈ ആയത്തുകളിലുള്ള പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവലം യസീറു, ഇതിൽ അവലം സാക്കിന മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. റായിന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത് റായിനെ മാത്രം, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല. ശേഷം ഫിൽ അർദി, ഇതിൽ റായിനും ദ്വാദിനും തഫ്ഖീം ചെയ്യണം. ദ്വാദിന് കസ്റ ആയതിനാൽ കുറഞ്ഞ തഫ്ഖീം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അവലം യസീറു ഫിൽ അർദി ഫയൻദുറു സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ച് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മണിക്കലിലും തഫ്ഖീം വേണം. കാരണം നൂനിന് ശേഷമുള്ളത് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഅലാഇന്റെ ഹർഫായ വാ ആണ് എന്നതുകൊണ്ട്. ശേഷം തഫ്ഖീം ചെയ്യേണ്ട റാഉമുണ്ട്. അപ്പോൾ വാ, റാ എന്നീ രണ്ടക്ഷരങ്ങൾ തഫ്ഖീം ചെയ്യണം തടിപ്പിച്ചുകൊണ്ട്. ഫയൻദുറു മറച്ച് മണിച്ചുകൊണ്ട് ഫയൻദുറു എല്ലാം ശ്രദ്ധിച്ചുച്ചരിക്കുക. അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന കാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും ഇതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. കൈഫ കാന എന്ന് പറയരുത്. കൈഫ കാന ഷദീദും മഹ്മൂസുമായ അക്ഷരമാണ് കാഫ്. ആഖിബതു ഖാഫിന് കസ്ർ, അതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രം കൊടുക്കുക. ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം സാക്കിന നൂനിനെ ഇഖ്ഫ ചെയ്തുകൊണ്ട് മറച്ച് മണിച്ചോദനം. മണിക്കലിലും തഫ്ഖീം വേണം. കാരണം ശേഷം ഇസ്തിഅലാഇന്റെ അക്ഷരമായ ഖാഫ് ഉണ്ട് എന്നതിനാൽ. മിൻ ഖബ്ലിഹിം ബാഇന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കേണ്ടതാണ്. അന്ത്യത്തിൽ ഈ പദത്തിൽ വന്നിട്ടുള്ള സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകണം. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. ശേഷം വാവുണ്ട് എന്നതിനാൽ സാക്കിന മീം അവ്യക്തമാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ മിൻ ഖബ്ലിഹിം വകാനൂ അശദ്ദ മിൻഹും ഖുവ്വ. വകാനൂ ഇതിലെ വാവിനെ മദ്ദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അശദ്ദ മിൻഹും ഖുവ്വ സാക്കിന നൂന് സാക്കിന മീം ഇവ രണ്ടും ഇൽഹാർ ചെയ്യണം. സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി, മീമിന് ഇൽഹാർ ഷഫവി ഇതൊക്കെ നൽകി വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കണം. ഖുവ്വതൻ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖുവ്വ എന്ന് ഹാ സാക്കിൻ സുക്കൂൻ നൽകിക്കൊണ്ട് ഹായിനെ ഉച്ചരിക്കണം. ഖുവ്വ എന്ന് ചേർത്ത് ഓതുകയാണെങ്കിൽ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ഖുവ്വതൻ വമാ കാന എന്ന് ഉച്ചരിക്കേണ്ടതാണ്. ഖുവ്വതൻ വമാ കാന അല്ലാഹു ലിയുഅ്ജിസ. അല്ലാഹു എന്ന ഇസ്മുൽ ജലാല ലാമിനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും തഫ്ഖീം ചെയ്യേണ്ടതാണ്. തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ്സമാവാതി. മിൻ എന്നതിലെ സാക്കിനാനൂൻ, ഷൈഇൻ എന്നതിലെ തൻവീൻ, ഇവ രണ്ടും ഇഖ്ഫാ ചെയ്ത് മറച്ച് മണിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഇഖ്ഫാ ഹഖീഖി. മിൻ ഷൈഇൻ ഫിസ്സമാവാതി വലാ ഫിൽ അർദ്. അൽ അർദ് റാ ദ്വാദ് തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുകൊണ്ട് രണ്ടക്ഷരങ്ങളെയും ഉച്ചരിക്കുക. ഇന്നഹു കാന, ഇന്നഹു ഷദ്ദുള്ള നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദ. ഹാഉ ദ്വമീറിനെ മദ്ദുസ്സില സൂറ നൽകി ദീർഘിപ്പിക്കുക, രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം. ഇന്നഹു കാന അലീമൻ ഖദീറ. അലീമൻ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം, ശേഷം ഖാഫാണ് എന്നതിനാൽ. ഖദീറ, റാഇനും അതിൻ്റെ അലിഫിനും തഫ്ഖീം കൊടുത്ത് വഖഫ് ചെയ്യുക. ഒരലിഫ് രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമേ ദീർഘിപ്പിക്കാവൂ, അധികം നീട്ടരുത്. ഖദീറ. അപ്പോൾ ഇതിൽ ഖാഫ്, റാ എന്നീ രണ്ടക്ഷരങ്ങൾ, അതുപോലെ റാഇൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, ഇവയ്ക്കാണ് തഫ്ഖീം കൊടുക്കേണ്ടത്. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. വലൗ യുആഖിദുല്ലാഹു الناس. ഖാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുത്താൽ മതി. അള്ളാഹു എന്ന ഇസ്മുൽ ജലാല തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അതിലെ ലാമിനെയും ദീർഘാക്ഷരമായ അലിഫിനെയും തഫ്ഖീം ചെയ്യുക. തഫ്ഖീം ചെയ്യുമ്പോൾ ലാമിൻ്റെ മഖ്റജ് മാറിപ്പോവരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു. അന്നാസ നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ബിമാ കസബു, ബിമാ കസബു, കസബു പറയരുത്, കസബു, ബിമാ കസബു. മാ തറക, മാ തറക, റാഇന് മാത്രം തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ചുച്ചരിക്കുക. താ, കാഫ് ഷദീദും മഹ്മൂസുമായ അക്ഷരങ്ങളാണ്, ശ്രദ്ധിക്കുക. അലാ ളഹ്രിഹ, ളാഇന് തഫ്ഖീം കൊടുക്കണം. അലാ ളഹ്രിഹ, ള എന്ന അതിൻ്റെ അയവോടുകൂടിയുള്ള ശബ്ദമാണ് ളാഇന് കൊടുക്കേണ്ടത്, തഫ്ഖീം ചെയ്തുകൊണ്ടും. അലാ ളഹ്രിഹ, അലാ ളഹ്രിഹ മിൻ ദാബ്ബ. സക്കിന നൂനിനെ ഇഖ്ഫാ ചെയ്ത് മറച്ച് മണിച്ച് ഓതണം. ഇഖ്ഫാ ഹഖീഖി. ദാബ്ബ, ഇതിലുള്ള അലിഫിനെ മദ് ലാസിം മുസഖൽ കലിമി കൊടുത്തുകൊണ്ട് 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ് ലാസിം 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക. മുസഖലാണ്, ശേഷം ഷദ്ദുള്ള അക്ഷരമായതുകൊണ്ട്, അതുപോലെ കലിമിയാണ്, പദമായതുകൊണ്ട്. മദ് ലാസിം മുസഖൽ കലിമി. മിൻ ദാബ്ബത്തിൻ വലാകിൻ, അവിടെ ദാബ്ബത്തിൻ വ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. വലാകിൻ യുഅഖിറുഹും, അവിടെയും സാക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ലയിപ്പിച്ച് മണിക്കണം. യുഅഖിറുഹും, ഖാഇന് കുറഞ്ഞ തഫ്ഖീമാണ്, കസ്റായതുകൊണ്ട്. യുഅഖിറുഹും, സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഇലാ അജലിൻ മുസമ്മ, അജലിൻ തൻവീനിനെ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ, ശേഷം ഷദ്ദുള്ള മീം അതും മണിച്ചുകൊണ്ട്. അപ്പോൾ 2 ഷദ്ദുള്ള മീം ആണ് ഫലത്തിൽ ഇവിടെ നാം മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നത്. ഇലാ അജലിൻ മുസമ്മ, അലിഫിനെ 2 ഹറക്കത്തിൻ്റെ ഖദർ കൊടുത്ത് ദീർഘിപ്പിക്കുക, അതിൽ കൂടുതൽ നീട്ടരുത്.
فإذا جاء أجلهم جاء ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അജലുഹും ഫഇന്നല്ലാഹ അജലുഹും സാക്കിന മീം ഇൽഹാർ ഷഫവി സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ശേഷം ഫ ആണ് എന്നതിനാൽ കാരണം മീം അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അജലുഹും ഫഇന്നല്ലാഹ ഷദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ലാമും ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്യുക. കാന ബിഇബാദിഹി ബസീറാ കാന ബിഇബാദിഹി ബസീറാ സ്വാദിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. റായിനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം നൽകി വഖഫ് ചെയ്യുക. അധികം നീട്ടരുത്. ബസീറാ ബസീറാ ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم وكانوا أشد منهم قوة وما كان الله ليعجزه من شيء في السماوات ولا في الأرض إنه كان عليما قديرا. ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها من دابة ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا.